ഹായ് ഫ്രണ്ട്സ്, ചില മനുഷ്യരുണ്ട് കേട്ടോ, ഭയങ്കര നിഷ്കളങ്ക ഹൃദയരാണ്. പക്ഷേ അവർക്ക് ബിസിനസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പഴയ ബിസിനസ്സുകാരുടെയൊക്കെ ലൈഫൊക്കെ വായിച്ച് ഭയങ്കര മോട്ടിവേഷനൊക്കെ കിട്ടിയിരിക്കുന്ന ടീംസാണ്. ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ബിസിനസ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫണ്ട് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്വന്തം കയ്യിലെ സേവിങ്സ്, വൈഫിൻ്റെ ഗോൾഡ്, സ്വന്തം ഗോൾഡ്, അമ്മയുടെ മാല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഇവരുടെ ആദ്യത്തെ ബിസിനസ് ഇവർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വായിച്ച സ്റ്റോറികളിലൊക്കെ ഡിഫറെൻറ്റ് ഐഡിയകളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും വലിയ ബിസിനസ്സുകാരായിട്ട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ചില ഡിഫറെൻ്റ് ഐഡിയ എന്ന് പറഞ്ഞ് ചില ഓഞ്ഞ ഐഡിയാസൊക്കെ ആയിരിക്കും. ഈ മാവില കൊണ്ട് ബ്രഷ് ഉണ്ടാക്കുക, അങ്ങനത്തെ ചില ഐഡിയകളൊക്കെ ഇല്ലേ, അജാതി ഐഡിയ ഒക്കെ ആയിരിക്കും ആദ്യത്തെ ബിസിനസ്സിന് യൂസ് ചെയ്യുക. ചില ബുദ്ധിമാന്മാരുടെ കാര്യമായിട്ടോ പറഞ്ഞ് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആയിരിക്കും ആദ്യത്തെ പാർട്ണർ. ഈ ബിസിനസ് കഴിയുന്നതോടുകൂടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ നഷ്ടപ്പെടും, ബിസിനസ്സും പോകും, പിന്നെ കയ്യിൽ കുറച്ച് കാശും പോകും. എന്താണെങ്കിലും ഫസ്റ്റ് ബിസിനസ് 1-2 പൊട്ടും. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഭാര്യ പറയും, അയ്യോ ചേട്ടനെ കൊണ്ട് ഇതൊന്നും പറ്റുന്ന പരിപാടിയല്ല, നമുക്ക് ഉള്ള ജോലിയൊക്കെ നോക്കി അങ്ങ് പോയാൽ പോരെ, ഇതിപ്പോൾ എന്തോരം പൈസയാണ് പോയി, എൻ്റെ കുറച്ച് ഗോൾഡും പോയില്ലേ, ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം കഷ്ടപ്പാടാണ്, അതുകൊണ്ട് ചേട്ടൻ ഈ ബിസിനസ്സിൻ്റെ പരിപാടിയൊക്കെ നിർത്തി ചേട്ടാ, നമുക്ക് ജോലി എന്തെങ്കിലും നോക്കാമെന്ന് പറയും. നമ്മൾ കേൾക്കാൻ പാടുണ്ടോ? നമ്മൾ കേൾക്കാൻ പാടില്ല. കാരണം എന്താ, ബിസിനസ് നമ്മുടെ ഫാഷനാണ്. ഒന്നാമത്തെ അടിക്കൊക്കെ നമ്മൾ വീണു പോയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തോറ്റൊന്നും കൊടുക്കാൻ പാടില്ല. വീണ്ടും എഴുന്നേൽക്കുക, ശക്തി പ്രാപിക്കുക. വീട്ടിൽ ആധാരം വരിപ്പില്ലേ, ആ ആധാരം കൊണ്ട് ബാങ്കിൽ വെച്ച് പണം എടുക്കുക, അതും ബിസിനസ് ലോൺ തന്നെ എടുക്കുക. എങ്കിലേ 13% പലിശയ്ക്ക് ലോൺ കിട്ടത്തുള്ളൂ. എന്നിട്ട് ബിസിനസ് ലോൺ എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള വൈഫിൻ്റെ ഗോൾഡ് ഫുള്ള് കൊണ്ടുപോയിട്ട് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യുക. അങ്ങനെ നല്ലൊരു ഫണ്ടങ്ങ് കളക്ട് ചെയ്യുക. എന്നിട്ടാണെങ്കിൽ വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്രാവശ്യമാണെങ്കിൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ടൊന്നും വേണ്ട, വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ പാർട്ട്നേഴ്സ് ആക്കിയിട്ട് ഇവർ വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ സ്റ്റാഫിന് ഇവർ സ്വന്തം സഹോദരങ്ങളായിട്ട് കാണും. പിന്നെ ആണെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളെ വിളിച്ചിട്ടാണെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും ജോലി കൊടുക്കുക, അവർക്ക് സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. പിന്നെ നാട്ടുകാർക്കൊക്കെ ആണെങ്കിൽ ഡിസ്കൗണ്ട്, ഫ്രീ, അങ്ങനെ കുറേ കാര്യങ്ങൾ വാരിക്കോരി കൊടുക്കുക. കണക്ക് നോക്കാതിരിക്കുക, അത് അക്കൗണ്ടൻറ്റിനെ വിശ്വസിക്കുക. അങ്ങനെ കുറേ അലമ്പ് പരിപാടികൾ കാണിച്ച് അടുത്ത ബിസിനസ്സും പൊട്ടിക്കുകയല്ല, പൊട്ടിപ്പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയാമോ? ഈ ബിസിനസ് ഇങ്ങനെ ഒരു 2-3 കൂടി പൂട്ടുമ്പോഴത്തേക്കും, ഏകദേശം 1 പൂട്ടുമ്പോഴത്തേക്കും ബന്ധുക്കളൊക്കെ പറയും, എടാ മോനെ, ഈ പരിപാടി ഇവിടെ നിർത്തിക്കോ, പെമ്പർനോത്തിയും പിള്ളേരും ഒക്കെ ഉള്ളതാ, അതുങ്ങളെ നോക്കേണ്ടതാ, അല്ലാതെ നിൻ്റെ ഈ ഗുണമെന്നുള്ള പരിപാടിയായിട്ട് നടക്കാൻ പാടില്ല, പരിപാടി നിർത്തിക്കോ, നീ കുറച്ചും കൂടെ വിവരം ബോധവും കുറച്ചും കൂടെ പ്രായമൊക്കെ ആവട്ടെ, എന്നിട്ട് നീ ബിസിനസ്സിന് പോയാൽ മതി, ഇപ്പോൾ ലോണൊക്കെ അടച്ചു തീർക്കാൻ നോക്ക് എന്ന് പറയും. നമ്മളത് കേൾക്കാൻ പാടുണ്ടോ? നമ്മളത് കേൾക്കാൻ പാടില്ല. എന്താ കാര്യം? നമ്മുടെ ലക്ഷ്യം ബിസിനസ്സാണ്. നമ്മൾ വീണ്ടും കഷ്ടപ്പെടണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പലിശക്കാരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കണം. അപ്പം ഈ പറഞ്ഞ 13% ഒന്നും ആയിരിക്കില്ല പലിശക്കാരുടെ കടം പെർസെൻറ്റേജ് വരിക. അതാണെങ്കിൽ ഒരു 20%, 22% ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ആൾ ജാമ്യം 6 മാസത്തിനുള്ളിൽ തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മൾ ആളെ തട്ടിക്കൊണ്ട് പോകും. അങ്ങമാതിരി ടീംസൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ലോൺ എടുക്കണം. എന്നിട്ട് പറ്റുവാണെങ്കിൽ വീട്ടിൽ കുറച്ച് സ്ഥലവും കൂടെ വിൽക്കണം. ബാക്കി അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് വേണം അവസാനത്തെ ബിസിനസ് നമ്മൾ നടത്താൻ. ആ ബിസിനസ്സിൽ നമ്മൾ ഈ പറഞ്ഞ സെയിം പ്രോബ്ലംസൊക്കെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിഷ്കളങ്ക ഹൃദയരാണോ, അതായത് ഒരു ബിസിനസ് മൈൻഡ് നിങ്ങൾക്കില്ല, നിങ്ങളും ബിസിനസ്സും മാത്രം, അല്ലാതെ അതിൻ്റെ അകത്ത് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നാട്ടുകാർ, സ്റ്റാഫ്, അങ്ങനെ കുറേ സാധനങ്ങൾ കുത്തിക്കയറ്റി, കുറേ ഇമോഷൻസൊക്കെ കുത്തിക്കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ബിസിനസ് ജയിക്കില്ല. ബിസിനസ്സിൽ നിങ്ങളും നിങ്ങളുടെ ബിസിനസ്സും മാത്രം, നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ, നിങ്ങളുടെ സ്വന്തം ഐഡിയയിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങുക. ആ ബിസിനസ് വിജയിക്കും. വേറുള്ളവൻ പറയും, നീ ആ ബിസിനസ് ചെയ്തു, അത് ജയിക്കുമെന്ന് പറഞ്ഞ് അത് കേൾക്കാൻ നിൽക്കരുത്. നിങ്ങൾ സ്വയം ചിന്തിച്ച് കണ്ടുപിടിക്കുന്ന ബിസിനസ് ആയിരിക്കണം. എന്താണേലും മിക്കവാറും ഈ 3ാമത്തെ ചാൻസിനും പൊട്ടാനാണ് സാധ്യത. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴോ നമ്മളോട് നാട്ടുകാരും പറയും, എന്ത് മോനെ, ഇത് പരിപാടി കൊള്ളത്തില്ലട്ടോ, നീ നിർത്തിക്കോ, നീ ആണെങ്കിൽ കടം കയറി മുടിഞ്ഞ് പണ്ടാരമാണെങ്കിൽ നിൻ്റെ സ്ഥലവും വീടൊക്കെ ജപ്തി ചെയ്ത് നീ അവസാനം നാണക്കേട് സഹിക്കാൻ മേലാതെ തൂങ്ങിച്ചാവുന്ന സിറ്റുവേഷൻ ഞങ്ങളൊക്കെ കാണേണ്ടി വരും, അതുകൊണ്ട് നീ നിർത്തിക്കോ. അപ്പം നാട്ടുകാർ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കും കുറച്ച് ചിന്ത വരും, ഇതിപ്പോൾ 3-4 ആയല്ലോ, ചറപറ പൊട്ടുന്നു, കയ്യിലാണെങ്കിൽ 10 പൈസ നല്ല ജോലിയും വീടും കൂടൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യ, വണ്ടിയില്ല, സ്ഥലവും ഇല്ല, ഭാര്യയുടെ ദേഹത്ത് കിടന്ന് സ്വർണ്ണം മുഴുവൻ കൊണ്ടുപോയി വിറ്റു, അതുകൊണ്ട് ഭാര്യയുടെ വീട്ടുകാരൊന്ന് വീട്ടിൽ കിടന്ന് സ്ഥിരം വഴക്ക്. അതേപോലെ ആണെങ്കിൽ അനുജന്മാർക്കും ചേട്ടന്മാർക്കും വീതം കൊടുക്കുന്ന സ്ഥലവും കൂടി എടുത്ത് തറവാട്ടിലെ വിറ്റു, അതുകൊണ്ട് അവരും ഭയങ്കര വഴക്ക്. വീട്ടിലും സമാധാനമില്ല, നാട്ടിലും സമാധാനമില്ല, ബിസിനസ്സിനും രക്ഷയില്ല. ഇനി എന്ത് ചെയ്യും? ഇത് ഈ പണി എന്നെക്കൊണ്ട് കൊള്ളത്തില്ല എന്ന് സ്വയം തിരിച്ചറിവ് വരുന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷം എന്തിനുള്ളതാണെന്നറിയാമോ? ആ നിമിഷമാണ്
നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള കറക്റ്റ് ടൈമിങ്. എന്താ കാര്യം എന്നറിയാവോ? ഇനി ഈ പറഞ്ഞ മഹാകടത്തിൽ നിന്ന്, ഈ പറഞ്ഞ ബാധ്യതകളിൽ നിന്ന്, ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നീ ബിസിനസ് ചെയ്യണം. അപ്പോഴെന്ത് പറ്റുമെന്നറിയാവോ? നമ്മുടെ കയ്യിൽ ഇനി പണമൊന്നും മുടക്കാനില്ലല്ലോ. 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഫണ്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ലാഭം ഉണ്ടാക്കാം, എങ്ങനെ എൻ്റെ ലോണുകൾ ഓരോന്നോരോന്നായിട്ട് അടച്ചു തീർക്കാം, ഇതിനെപ്പറ്റിയൊക്കെ നല്ല മൈൻഡ് നമുക്ക് കിട്ടാൻ തുടങ്ങും. നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു തരാൻ തുടങ്ങും, മോനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ഇത്രയും കാലം നാട്ടുകാരുടെ ഡയലോഗും കേട്ടോണ്ടിരുന്നായിരുന്നു, ബന്ധുക്കളുടെ ഡയലോഗ് കേട്ടു, ഫ്രണ്ട്സിൻ്റെ ഡയലോഗ് കേട്ടു. പക്ഷെ ഇപ്പോഴാണ് തിരിച്ചറിവ് വരുന്നത്. ആഹാ, ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലേ. അപ്പോൾ ആ നിമിഷം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോളുക. ഇനി ഒന്നും നോക്കാനില്ല, നീയും നിൻ്റെ ബിസിനസ്സും മാത്രം. അതിൽ വിജയിക്കും, ഉറപ്പായിട്ടും വിജയിക്കും. ബെസ്റ്റ്, ഗുഡ് ലക്ക്.